കഞ്ചാവിന്റെ ഉപയോഗം കുറഞ്ഞുവെന്നാ ശരിയായിരിക്കാം. പക്ഷെ കഞ്ചാവിന്റെ ഉപയോഗം കുറയുമ്പോൾ MDMA-യുടെയും കെമിക്കൽ സബ്സ്റ്റൻസിന്റെയും സിന്തറ്റിക് ഇതിന്റെ എല്ലാം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കരമായി. എവിടെ വേണമെങ്കിലും കിട്ടും. വലിയ ക്വാണ്ടിറ്റി കേരളത്തിലേക്ക് വരികയാണ്. ആ യാഥാർത്ഥ്യം നമ്മൾ അറിയണം. വലിയ ക്വാണ്ടിറ്റി വരികയാണ്. ഈ മയക്കുമരുന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളിത് മൂന്നാമത്തെ പ്രാവശ്യമാണ് കൊണ്ടുവരുന്നത്. 2 പ്രാവശ്യം ഗവൺമെന്റ് ചർച്ച ചെയ്യാൻ തയ്യാറായി. ഞങ്ങൾ ആദ്യം എടുത്ത സമീപനം എന്താണ്? വളരെ പോസിറ്റീവായിട്ടാണ്. ഞാൻ തന്നെ പറഞ്ഞു, ഏത് തരത്തിലുള്ള ഒരു ആക്ഷൻ പ്ലാൻ ഗവൺമെന്റ് ആരംഭിച്ചാൽ ഞങ്ങൾ അതിന്റെ കൂടെ ഉണ്ടെന്നാ പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കുറച്ചുകൂടി കാർക്കശ്യത്തോടുകൂടി പറഞ്ഞു. കാരണം 2022 ഇത് കൊണ്ടുവന്നതിന് ശേഷം ഇപ്പൊ ഈ 2024 ഇതിന്റെ അകത്ത് മാറ്റമില്ല എന്ന് മാത്രമല്ല, അപകടകരമായ നിലയിലേക്ക് ഇത് പോകുന്നു. പിന്നെ ഇത് വീണ്ടും കൊണ്ടുവരേണ്ട സാഹചര്യം ഗവൺമെന്റ് അംഗീകരിക്കുകയല്ലേ ചെയ്തത്. വീണ്ടും ഇത് കൊണ്ടുവരാനുള്ള സാഹചര്യം കേരളത്തിൽ ഉണ്ടായി. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കൊണ്ടുവന്നൊരു വിഷയം വേറൊരു തരത്തിലാണെങ്കിലും വീണ്ടും ഈ ഹൗസ് ചർച്ച ചെയ്യേണ്ട സ്ഥിതിയിലേക്ക് ഒരു അടിയന്തര പ്രാധാന്യം അതിനുണ്ടായി എന്നുള്ള യാഥാർത്ഥ്യമല്ലേ. അപ്പൊ നമുക്ക് എന്താണത്? നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്തുണ പ്രഖ്യാപിച്ചാൽ മതിയോ? ഞാൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രിയോട് അങ്ങ് ചെയ്യുന്ന എല്ലാ കാര്യത്തിനും പിന്തുണ. മൂന്നാമത്തെ പ്രാവശ്യം അത് തന്നെ പറയണോ? എന്തെങ്കിലും ഒരു പ്ലാൻ വേണ്ടേ? എന്തെങ്കിലും ഒരു ആക്ഷൻ പ്ലാൻ വേണ്ടേ? നിങ്ങൾ ഈ 2022 ഞങ്ങൾ ഇത് ആദ്യമായി അവതരിപ്പിച്ചതിന് ശേഷം എന്തെങ്കിലും ഒരു സോഷ്യൽ പ്ലാൻ നിങ്ങളുടെ കയ്യിലുണ്ടോ? ഒരു എൻഫോഴ്സ്മെന്റ് പ്ലാൻ നിങ്ങളുടെ കയ്യിലുണ്ടോ? നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും പറഞ്ഞില്ല. കഴിഞ്ഞ ദിവസം ഇത് കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ ഇതിനെ നേരിടാൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് നിങ്ങളുടെ കയ്യിലൊന്നുമില്ല. പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്തുണ പ്രഖ്യാപിച്ച് പിരിഞ്ഞു പോയാൽ മതിയോ? അങ്ങനെയാണോ നോക്കേണ്ടത്? പല ആംഗിളിൽ നിന്നും ഇതിനെ കൈകാര്യം ചെയ്യേണ്ടി വരും. നമ്മൾ എങ്ങനെയാണ്, ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചു, എങ്ങനെയാണ് കേരളത്തിലേക്കാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ സ്പിരിറ്റ് വന്നിരുന്ന സംസ്ഥാനം. മാറി മാറി വന്ന ഗവൺമെന്റുകൾക്ക് അത് റോളുണ്ട്, അത് വരാതിരിക്കാൻ. ഇന്ന് വരുന്നില്ല, വേറെ തരത്തിൽ വരുന്നില്ല. ഔട്ട് ഓഫ് ദ വേ വളരെ കുറച്ചാണ് വരുന്നത്. എന്തുകൊണ്ടാണ്? നമ്മൾ അന്ന് സ്പിരിറ്റ് കൊണ്ടുവന്നിരുന്ന ആളുകൾ ഇവിടെ കൊണ്ടുവരുന്നത് പിടിക്കുമ്പോൾ അതിന്റെ സോഴ്സ് അന്വേഷിച്ച് പോയി.